നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. ഇത്തവണയും സൗജന്യമായി ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉത്സവ സീസൺ പ്രമാണിച്ച് 4000 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് 253 കോടി രൂപ അടിയന്തരമായി അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപയും AY വിഭാഗത്തിന് അതായത് മഞ്ഞ റേഷൻ കാർഡിന് ഓണക്കിറ്റിനായി 53 കോടി രൂപയും ഉൾപ്പെടെയാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അഭ്യർത്ഥന പ്രകാരം മുഖ്യമന്ത്രി VD സതീശന്റെ ഇടപെടലിനെ തുടർന്നാണ് തുക അനുവദിച്ചത്. സർക്കാരിന്റെ വിപണി ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനുമുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിൽ നിന്ന് തുക അനുവദിക്കണമെന്നായിരുന്നു ഭക്ഷ്യമന്ത്രി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. മുൻ സർക്കാർ ഇത്രയും തുക ഒന്നിച്ച് അനുവദിച്ചിട്ടില്ല എന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. പുതുക്കിയ ബഡ്ജറ്റിൽ 315 കോടി രൂപ ആദ്യം അനുവദിച്ചതിൽ 20 കോടി ആദ്യം ലഭിച്ചിരുന്നു. കൂടുതൽ തുക ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും സർക്കാരിനെ സമീപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത്തവണയും ഓണത്തിന് സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. അതെല്ലാ റേഷൻ കാർഡിനും ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ AY മഞ്ഞ റേഷൻ കാർഡിനാണ് സൗജന്യ കിറ്റിനുള്ള തുക അനുവദിച്ചിട്ടുള്ളത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, ഉത്സവ സീസണോടനുബന്ധിച്ച് മുൻ സർക്കാരുകൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മുൻകൂറായി അനുവദിക്കാറുണ്ട്. അത് സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ ഒരു സഹായം തന്നെയാണ്. അതായത് ഉത്സവ സീസണൊക്കെ ചെലവ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂറായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് വലിയ ഒരു സഹായമാണ്. അത്തരത്തിലുള്ള ഒരു സഹായം UDF സർക്കാരും മുടക്കാൻ സാധ്യതയില്ല. മുൻകൂറായി തന്നെ 2000 രൂപ ഈ ഒരു ഓണത്തിന് മുൻപായി ഗുണഭോക്താക്കൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4000 രൂപയായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുക. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, 10 കിലോ LPG സിലിണ്ടറുകളുടെ വിൽപ്പന വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് എണ്ണ വിപണന കമ്പനികൾ. നിലവിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഭാരം കുറഞ്ഞ 10 കിലോ സിലിണ്ടറുകൾ ലഭ്യമാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിച്ചാൽ ഈ സിലിണ്ടറുകൾ വാണിജ്യ മേഖലയ്ക്ക് കൂടി ലഭ്യമാകും. നിലവിൽ ഗാർഹിക സിലിണ്ടറുകളും 19 കിലോഗ്രാം ഭാരമുള്ള വാണിജ്യ സിലിണ്ടറുകളുമാണ് വിപണിയിൽ വ്യാപകമായുള്ളത്. LPG ആവശ്യമുള്ളതും എന്നാൽ 19 കിലോഗ്രാം ഭാരമുള്ള വലിയ വാണിജ്യ സിലിണ്ടറുകൾക്ക് സ്ഥലമില്ലാത്തതുമായ സാഹചര്യങ്ങളിൽ 10 കിലോ സിലിണ്ടറുകൾ ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കുടിയേറ്റ തൊഴിലാളികൾ, വാടകക്കാർ, വിദ്യാർത്ഥികൾ, തെരുവ് കച്ചവടക്കാർ, ഹോട്ടലുകൾ എന്നിവർക്ക് ഈ നീക്കം ഏറെ പ്രയോജനകരമാകും. 19 കിലോ ഭാരമുള്ള വലിയ വാണിജ്യ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണെന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിക്ക് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ ഒരുങ്ങുന്നത്. കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാനാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇപ്പോൾ ഭാരം കുറഞ്ഞ 10 കിലോ LPG സിലിണ്ടറുകളുടെ ഉപയോഗം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിലിണ്ടറുകൾ എളുപ്പത്തിൽ ഉയർത്താനും കൊണ്ടുപോകുന്നതിനും കഴിയും എന്നാണ് കമ്പനികൾ പറയുന്നത്. നിലവിൽ 19 കിലോ, 5 കിലോ, 2 കിലോ LPG സിലിണ്ടറുകളാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായി വിതരണം ചെയ്യുന്നത്. 10 കിലോ സിലിണ്ടറുകൾ കൂടി വാണിജ്യ ആവശ്യങ്ങൾക്ക് ലഭ്യമാകുന്നതിന് കേന്ദ്രം അനുമതി നൽകുകയാണെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.